ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് പരാതി ബോധിപ്പിച്ചു. തിരുദൂതരെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, എങ്കിൽ നീ പശ്ചാത്തപിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പശ്ചാത്തപിക്കാറുണ്ട്, ഞാൻ തൗബ ചെയ്യാറുണ്ട്, പക്ഷെ പിന്നെയും തെറ്റുകൾ ചെയ്തു പോകുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ നീ വീണ്ടും പശ്ചാത്തപിക്കണം, നീ തൗബ ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെയും തെറ്റുകൾ ചെയ്തു പോകുന്നു തിരുദൂതരെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എത്ര തെറ്റുകൾ ചെയ്താലും പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിന്നെ പിഴപ്പിക്കുന്ന പിശാച് നിന്നോട് തോറ്റ് പിന്മാറണം. അവിടുന്ന് നിർദ്ദേശിച്ചു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, അങ്ങനെ പലതവണ ഇസ്തിഗ്ഫാർ ചൊല്ലുകയും പശ്ചാത്തപിക്കുകയും തൗബ ചെയ്യുകയും ചെയ്താൽ പിന്നീട് നമുക്ക് തിന്മ ചെയ്യാൻ തോന്നുകയില്ല. നന്മയിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ കടന്നു വരും. അല്ലാഹുവേ തൗഫീഖ് ചെയ്യണ റഹ്മാനെ. മറ്റൊരിക്കൽ അരോഗ ദൃഢഗാത്രനായ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹാബത്ത് അങ്ങനെ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ ആരോഗ്യം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വിനിയോഗിച്ചുകൂടെ? അപ്പോൾ തിരുദൂതർ തിരുത്തി, തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണ്. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുന്നത് അത് പിശാചിന്റെ മാർഗത്തിലുള്ളതാണെന്ന് തിരുദൂതർ പഠിപ്പിച്ചു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.